ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും കുറെ അവിടെ ഫുള്ള് കൃഷിയാണ്. അവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ്. കൃഷി ചെയ്യാൻ അവർക്ക് വെള്ളമില്ല. വെള്ളം കൊണ്ടുപോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതായത് കേരളത്തിലെ ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം തന്നെ ഇല്ലാണ്ട് പോകുന്ന രീതിയിൽ അത്രയും വെള്ളം കൊള്ളുന്ന, അത്രയും വെള്ളമുള്ള ഒരു ആ ഡാമിൽ നിന്ന് വെറും 4 പൈപ്പിൽ കൂടിയാണ് ഈ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നത്. ആ 4 പൈപ്പിൽ കൂടെ കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ട് അവരവിടെ ഈ വൈദ്യുതി ഉണ്ടാക്കും. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കും. അതുകൂടാതെ അവിടെയുള്ള കൃഷിക്കാർക്ക്, അവിടെയുള്ള ആ സംസ്ഥാനത്തെ ഫുള്ള് കാര്യങ്ങൾ നടക്കുന്നത് ഈ 4 പൈപ്പിൽ കൂടെ കൊണ്ടുപോകുന്ന വെള്ളവും കൊണ്ടാണ്. എന്നിട്ട് ഫ്രീ ആയിട്ട് വൈദ്യുതിയും കൊടുക്കും, വെള്ളവും ഫ്രീ ആയിട്ട് കൊടുക്കും. കൃഷി ചെയ്യുന്ന കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സബ്സിഡിയും കൊടുക്കും. അതേസമയം നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃഷിയും ഇല്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ വിഷമടിച്ച സാധനമാണ്, വിഷമടിച്ച പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിലാണ് ഒരുപാട് സ്ഥലം ചുമ്മാ കിടക്കുക. ഇപ്പോൾ ഒരാളുടെ പേര് തന്നെയാണെങ്കിൽ 50 ഏക്കർ 60 ഏക്കർ അങ്ങനെ ഒരുപാട് സ്ഥലവും വെറുതെ കിടക്കുന്നു. അങ്ങനെ സ്ഥലങ്ങളൊന്നും തമിഴ്നാട്ടിൽ വെറുതെ കിടക്കുന്നില്ല. അതിനകത്തൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നു, സർക്കാർ അതിന് വേണ്ടി സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അപ്പം നമ്മുടെ സർക്കാർ ചെയ്യുന്നത്, ഇത്രയും വെള്ളമുള്ള ഒരു സർക്കാർ വേറെ എങ്ങൊന്നും വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം എടുത്ത് വൈദ്യുതി ഉണ്ടാക്കേണ്ട ആവശ്യം പോലും ഇല്ല നമ്മുടെ സർക്കാർ. എന്നിട്ട് നമ്മുടെ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. എന്നിട്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് ഈ വൈദ്യുതി വാങ്ങിക്കുവാണ് ചെയ്യുന്നത്, കാശ് കൊടുത്ത്. നോക്കുവാണെ നമ്മുടെ ഇവിടുത്തെ ഡാമിൽ നിന്ന് വെറും 4 പൈപ്പിൽ കൂടെ വെള്ളം കൊണ്ടുപോയിട്ട് തമിഴ്നാട് അതുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്, അവിടുത്തെ കർഷകർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്ന വൈദ്യുതി അവർ വിറ്റ് കാശാക്കുന്നുമുണ്ട്. അതേസമയം ഈ വെള്ളം കൊടുക്കുന്ന കേരള സർക്കാർ ചെയ്യുന്നത് വേറെ സംസ്ഥാനത്ത് നിന്ന് വൈദ്യുതി പൈസ കൊടുത്ത് വാങ്ങിക്കുകയോ ചെയ്യുന്നത്. അതും ജനങ്ങളുടെ കാശ്, ജനങ്ങൾക്ക് അവിടെ വൻ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒന്നത്. അടുത്ത വിഷയം എന്താ വെച്ചാൽ, ഈ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒന്നും ചെയ്യാതിരിക്കുന്ന പാഴായി കിടക്കുന്ന ഈ ഭൂമി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ ഇങ്ങനെ കിടക്കുന്ന പാഴായി കിടക്കുന്ന ഈ ഭൂമിയൊക്കെ ഏറ്റെടുക്കണം. ആരുടെയെങ്കിലും പിടിച്ചു വാങ്ങിക്കണമെന്നോ എന്നൊന്നുമല്ല. കൃഷികൾ ചെയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ തരിശ് നിലമായിട്ട് കിടക്കുന്ന ഭൂമി സർക്കാർ അതാത് ഭൂമിയുടെ ഉടമസ്ഥർക്ക്, അതാത് സ്ഥലത്തിന്റെ ഉടമസ്ഥർക്ക് അവർക്കൊരു എന്തെങ്കിലും പാട്ടത്തിനോ അല്ലെങ്കിൽ പാട്ടത്തിന് എടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു തുക കൊടുത്തിട്ട് ആ സ്ഥലം എടുത്തിട്ട് അവിടെ സർക്കാർ കൃഷി ഇറക്കണം. സർക്കാർ കൃഷി ഇറക്കി, സർക്കാരിന്റെ വകുപ്പുകളെ കൊണ്ട് കൃഷി ഇറക്കിച്ചിട്ട് വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾക്ക് ഒരു മിതമായ നിരക്കിൽ കൊടുക്കുകയാണെങ്കിൽ അത് അത്രയും പേർക്ക്, എത്രയോ ആളുകൾക്ക് ജോലി കിട്ടും. അതിനകത്ത് പണിയുന്നവർക്ക് ജോലി കിട്ടും, തൊഴിൽ കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ കിടക്കുമ്പോഴത്തേന് അതിന്റെ ഉടമസ്ഥർക്കും ഒന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ അവർക്കും ഒരു വരുമാനമാകും. പിന്നെ നല്ല പച്ചക്കറിയും നമുക്ക് കഴിക്കാം, അസുഖങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇതെന്റെ ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ നടപ്പാക്കണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ, പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ സർക്കാർ വൈദ്യുതി ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്നിട്ട് വെറും 4 പൈപ്പിൽ കൂടെ കൊണ്ടുപോകുന്ന വൈദ്യുതിയും കൊണ്ട് അവിടെ കോടിക്കണക്കിന് രൂപയുടെ പരിപാടിയാണ് കേരളത്തിൽ നടക്കുന്നത്, തമിഴ്നാട്ടിൽ നടക്കുന്നത്. അപ്പം നമ്മുടെ സർക്കാർ അതൊക്കെ ഒന്ന് കണ്ട് പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ വല്ലതും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും.